പാമ്പൻ പാലം. നമുക്കെല്ലാവർക്കും ചെറുപ്പകാലം മുതൽ തന്നെ വളരെ പരിചിതമായൊരു പേരാണ് പാമ്പൻ പാലം. അടുത്തിടെ ഈ പാലം പുതുക്കി പണിതതിനാൽ വീണ്ടും വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ്. അടുത്തിടെ നടന്ന PSC പരീക്ഷകളിൽ ഈ പാലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പഴയ പാലത്തെക്കുറിച്ചും പുതിയ പാലത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ആദ്യമായി പഴയ പാലം. 1914 ഫെബ്രുവരി 24 പഴയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത്. കടലിന് മീതെയുള്ള ആദ്യ റെയിൽവേ പാലമാണിത്. 2.065 കിലോമീറ്ററാണ് നീളം. സ്ഥാനം തമിഴ്നാട്ടിലെ മണ്ഡപം മുതൽ രാമേശ്വരം ദ്വീപ് വരെ. ആദ്യകാലത്ത് തമിഴ്നാടിനെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന ഏക വഴിയായിരുന്നു. കാലക്രമേണ കെടുതികൾ കണ്ടതിനാൽ പുതിയ പാലം നിർമ്മിക്കേണ്ടി വന്നു. അടുത്തത് പുതിയ പാലം. 2019 പദ്ധതി ആരംഭിച്ചത്. വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജാണ്, അതായത് നേരിട്ടുയർത്താവുന്ന പാലം. ഓട്ടോമേറ്റഡ് ലിഫ്റ്റ് സംവിധാനമുണ്ട്. 63 മീറ്റർ ഭാഗം ഉയർത്താനാകും. ഏകദേശം 2.07 കിലോമീറ്റർ നീളമുണ്ട്. ട്രെയിനിൻ്റെ വേഗത പരമാവധി 100 കിലോമീറ്റർ/മണിക്കൂർ. പഴയ പാലത്തിന് പകരം കൂടുതൽ സുരക്ഷയും ശേഷിയുമുള്ള പുതിയ പാലം നിർമ്മിക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശ്യം. ഭാവിയിൽ ഇലക്ട്രിഫൈഡ് റെയിൽവേക്ക് അനുയോജ്യമായ രീതിയിലാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ പാലത്തിൻ്റെ സുരക്ഷയ്ക്കായി വൈദ്യുതീകൃത നിയന്ത്രണം, അടിയന്തര ഇടപെടൽ സംവിധാനം എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് നിർമ്മാണം നടത്തിയത്. 2025 ഏപ്രിൽ 6 പുതിയ പാലത്തിൻ്റെ ഉദ്ഘാടനം നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതുപോലെയുള്ള കൂടുതൽ കറണ്ട് അഫയേഴ്സിനായി വിസിറ്റ് അവർ ചാനൽ aim4PSC.